28ാമത് IFFK തീർച്ചയായിട്ടും നല്ലൊരു അനുഭവം തന്നെയാണ്. എൻ്റെ രണ്ടാമത്തെ IFFK ആണിത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കുറച്ച് ആൾക്കാർ തിരക്കൊക്കെ കുറഞ്ഞതുപോലെ ഉണ്ട്, എന്നാലും നല്ല സിനിമകളും ഒക്കെ ഉണ്ട്. റിസർവേഷൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്ത് നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അത് കുറേ പേർക്ക് ക്യൂ നിന്നിട്ട് കിട്ടാത്ത പ്രശ്നവും അതുപോലെ തന്നെ നല്ല തിക്കൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കുറച്ചും കൂടി പരിഹരിച്ചുകൊണ്ട് സൈറ്റ് ബുക്കിങ്ങിൻ്റെ സൈറ്റ് ആയാലും ഒക്കെ തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സിനിമകളും നല്ല സെലക്ഷൻ ആണെന്ന് തന്നെയാണ് കരുതുന്നത്. ഇതുവരെ കണ്ടതെല്ലാം മികച്ച അനുഭവം തന്നെയാണ് തന്നിട്ടുള്ളത്. ഞാൻ കൂടുതലായും ഫോക്കസ് ചെയ്തത് ഇൻ്റർനാഷണൽ ഫിലിംസിലേക്കാണ്. അതുപോലെ തന്നെ കൊറിയൻ, ജപ്പാനീസ് പടങ്ങളാണ് ഇപ്പം കണ്ടതിൽ കൂടുതലും. തീർച്ചയായും നല്ല അനുഭവം തന്നെയാണ് ഇത്തവണത്തെ IFFK. ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് ഇയർ പാഠം എന്ന് പറഞ്ഞത് ആപ്പിൾ ചെടികളാണ്. അത് നമ്മുടെ ഒരു പോപ്പുലാരിറ്റി ഉള്ള ആളുകളൊന്നുമില്ല, ഒക്കെ പുതുമുഖങ്ങളാണ്. ഒരു കോമഡി ഒരു മൂവിയാണ്, കുഴപ്പമില്ല, എന്നാലും അത്ര മികച്ചതല്ല. ഒരു ഫാമിലിയൊക്കെ ആയിട്ട് കണ്ടിരിക്കാം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ കണ്ട പടം ഒരു ഇറാനിയൻ പടമാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു ബന്ധുക്കൂടെ പറയുന്നതാണ്, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. മെയിനായിട്ട് IFFK കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഒരുപാട് സൗഹൃദങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പോൾ TV-യിൽ മാത്രം കണ്ടുവരുന്ന ആർട്ടിസ്റ്റുകൾ നമുക്ക് നേരിട്ട് സംസാരിക്കാൻ സമ്മതിക്കാനുള്ള ഒരിത് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മെയിനായിട്ട് ഒരു വൈബാണ്. കാരണം വെച്ചാൽ IFFK എന്ന് പറഞ്ഞത് നമുക്ക് അനുഭവിച്ചറിഞ്ഞ സംഭവം. ഇത് വെറും വാക്കിലൂടെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വരണം. IFFK പറഞ്ഞാൽ എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ വരണം, നമ്മുടെ കളിസ്ഥാന നഗരിൽ വരണം. എന്നാലാണ് IFFK കുറിച്ച് അറിയാൻ പറ്റും. അല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും സംഭവം പൊളിയാണ്. പക്ഷേ എനിക്കൊന്ന് പറയാനുണ്ട്, കഴിഞ്ഞ വർഷത്തെ IFFK അപേക്ഷിച്ച് പ്രൗഢി കുറവാണ്, ആളുകൾ കുറവാണ്. എൻ്റെ പേര് അവന്തിക, ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ്. ഇതെൻ്റെ ഫസ്റ്റ് IFFK ആണ്. IFFK ഭയങ്കര നല്ല രീതിയിൽ കടന്നു പോകുന്നുണ്ട്. എന്താ പറയുക, ധാരാളം ഫിലിമുകൾ കണ്ടു. 3 ദിവസമായി ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട്. പിന്നെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി, നല്ല നല്ല ഫിലിമുകൾ കണ്ട്, ഒരു കൂട്ടം ആൾക്കാരെ പരിചയപ്പെട്ടു, പുതിയ ആൾക്കാരോട് വർത്തമാനം പറഞ്ഞ് അവരോട് കമ്പനിയായി. അപ്പം നല്ലൊരു രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായത്. പിന്നെ എന്താ പറയുക, നല്ല ധാരാളം ഫിലിം, ഞാൻ ഇതുവരെ കാണാത്ത കുറേ ഫിലിം കണ്ടു, കുറേ കണ്ടൻറ്റുള്ള ഫിലിം കണ്ടു. പിന്നെ നല്ല രസമാണ് വൈകുന്നേരങ്ങളിൽ മാനവീയത്തിലുള്ള കൾച്ചറൽ പ്രോഗ്രാം, അങ്ങനെ കുറേ അനുഭവങ്ങൾ കിട്ടി. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത IFFKക്കും തീർച്ചയായും വരുന്നതാണ്. നല്ല രസമാണ് IFFK എന്ന് പറയുന്നത്. എന്താ പറയുക, ഒരു വർഷത്തിൽ 7 ദിവസം എല്ലാവരും ഒത്തുകൂടി ആൾക്കാരൊക്കെ കണ്ട് സംസാരിച്ച് ഫിലിം കണ്ട് നല്ല രസമാണ്. IFFK എന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം അതിൻ്റെ സമുജ്വലമായ 28ാം പതിപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യം തുടക്കകാലത്തിൽ ചില്ലറ ബാലാരിഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് അതിൻ്റെ ആഹ്ലാദത്തിൻ്റെയും അത് നൽകുന്ന ചലച്ചിത്ര സംവേദനത്തിൻ്റെയും പാരമ്പര്യത്തിലേക്ക് ഈ 28ാം മേളയിൽ എത്തിയിരിക്കുകയാണ്. ഈ മേളയുടെ പ്രത്യേകത എല്ലാ മേളകളെയും പോലെ യുവത്വത്തിൻ്റെ ആവേശമാണ്. യുവത്വം ഇതിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യുവത്വത്തോടൊപ്പം തന്നെ പ്രായമുള്ളവരും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ ആദ്യം നമ്മളെ അത് സ്പർശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിൽ നിന്ന് അതിൻ്റെ ഇമ്പൾസ് നമ്മുടെ തലച്ചോറിലേക്ക് പോയി, ആ തലച്ചോറിൽ നിന്ന് കണ്ണിലേക്ക് പോയി. ആ സിനിമ കാണുമ്പോൾ നമ്മൾ കണ്ണുനീർ ധാരധാരയെ ഒഴുക്കുകയാണ് വരുന്നത്. അല്ലെങ്കിൽ കണ്ണിൽ നമ്മൾ ഖേദമുണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ ഭയമുണ്ടാകുന്നു, ആഹ്ലാദമുണ്ടാക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മുടെ ചുണ്ടിലേക്ക് പോകും, നമ്മൾ പൊട്ടിച്ചിരിച്ചു പോവും, അല്ലെങ്കിൽ നമ്മൾ ഏകി കരഞ്ഞു പോവും. അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന നിരവധി സിനിമകൾ ഈ മേളയിലുണ്ട്. ഈ മേളയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെ ഓരോ സിനിമയും കഴിഞ്ഞ മേളകളിലൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കാണണമായിരുന്നു. പക്ഷേ ഈ മേളയിൽ എന്ന് പറഞ്ഞാൽ ഓരോ സിനിമയും എന്ന് വെച്ചാൽ നേരത്തെ മുൻപ് ഈ മേളയിൽ ഉദ്ഘാടന ചടങ്ങിൽ പത്രസമ്മേളനത്തിൽ രഞ്ജിത്ത് പറഞ്ഞ പോലെ ഓരോ സിനിമയും അന്യാദൃശ്യമായുള്ള സിനിമകളാണ്. ഞാൻ കഴിഞ്ഞ 3-4 വർഷമായിട്ട് IFFK ഞാൻ വരുന്നുണ്ട്.
അപ്പോൾ എനിക്ക് ഫിലിമൊക്കെ കാണാൻ ഇഷ്ടമാണ്. കുറച്ച് സ്റ്റാൻഡേർഡുള്ള ഫിലിമുകൾ കാണാനാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെ സെലക്ട് ചെയ്ത് കാണാറുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഉള്ളൊരു പോസിറ്റീവ് എനർജി, അത് നമുക്ക് വളരെ വളരെ മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന, നല്ല ഉന്മേഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾ കല ആസ്വദിക്കാൻ വരുന്നവരുമുണ്ട്, അല്ലാതെ കുട്ടികൾ ഒത്തുകൂടാൻ വരുന്നവർ, അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി വരുന്നവരുമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവമാണ് ഇവിടെ. പിന്നെ ഇവിടെ ഇത്രയും ആളുകൾ കൂടുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായതായിട്ട് അറിയില്ല. ഇപ്രാവശ്യം വളരെ സ്മൂത്തായിട്ട് നടന്നു പോകുന്നുണ്ട്. പിന്നെ ഫിലിമാണെങ്കിൽ നമുക്ക് വിദേശ ഫിലിമുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മുടെ തിയേറ്ററിൽ സാധാരണ റിലീസായി വരാത്ത നിലവാരമുള്ള മലയാള സിനിമകളും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മകനും വരും, അവനും ഫിലിമൊക്കെ കാണും. ഞാൻ എൻ്റെ സമയത്ത് വരും, അവർ അവരുടെ സമയത്ത് വരും. അങ്ങനെയൊക്കെയാണ്. എനിക്ക് വളരെ വളരെ മനസ്സിന് നല്ലൊരു എനർജി നൽകുന്ന ഒരു അനുഭവമാണിത്, ഇതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ. എല്ലാ വർഷവും ഇങ്ങനെ IFFK വരുമ്പോൾ കാത്തിരുന്നാണ് ഏറ്റവും ആദ്യം ബുക്ക് ചെയ്യുന്നത്. ഫിലിമുകൾ ഞാൻ ബുക്ക് ചെയ്ത് കാണാറുണ്ട്. ബുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ സീനിയർ സിറ്റിസൺസ് ആയതുകൊണ്ട് അവർക്ക് പ്രത്യേക സൗകര്യങ്ങളുണ്ട്. ബുക്ക് ചെയ്തില്ലെങ്കിലും ബുക്ക് ചെയ്താലും അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. അവരെ ആദ്യം തന്നെ കയറ്റി വിടുന്നുണ്ട്. പിന്നെ നമുക്കവിടെ സീനിയർ സിറ്റിസൺസിന് അവിടെ വെയിറ്റ് ചെയ്യാൻ നേരം ഇരിക്കാൻ കസേരയൊക്കെ തരുന്നുണ്ട്. അതൊക്കെ വളരെ വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ. അപ്പം വളരെ വളരെ സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ, എല്ലാ വർഷവും പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്.